തിരുവനന്തപുരത്ത് ചിറയൻകീഴ് തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയുടെ വീടിന് തീയിടാൻ ശ്രമം. സ്ഥാനാർത്ഥി ടിൻഡു ജി വിജയന്റെ വീടിന്റെ ജനലിലൂടെ ഉള്ളിലേക്ക് തീ കത്തിച്ചിടാനാണ് കഴിഞ്ഞ രാത്രി ശ്രമം നടന്നത്. ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ച് രണ്ടുപേർ എത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പോലീസ് ഇത് സംഭവിച്ച് ഇത്രയായില്ലേ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ആദ്യം അതല്ലേ അറിയേണ്ടത്. തീർച്ചയായും ശ്യാം, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മൊഴി, അതായത് ടിൻഡുവിനെ അടക്കം സ്റ്റേഷനിലേക്ക്, ചിറയൻകീഴ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ടിൻഡുവിനെ ബന്ധപ്പെടുമ്പോൾ അടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിറയൻകീഴ് പഞ്ചായത്തിലെ 17ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ടിൻഡു ജി വിജയൻ. ഏറെ പ്രത്യേകതകളുള്ള ഒരു വാർഡ് കൂടിയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് സംസ്ഥാനം കടന്നിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ്, പഞ്ചായത്ത് കൂടിയാണ് ഈ ചിറയൻകീഴ്. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇനി നാമനിർദ്ദേശക പത്രിക നൽകാനായിട്ട് 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഭയപ്പെടുത്തുന്നതിൻ്റെ, അതായത് മറ്റു മുന്നണികൾ ഭയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ആക്രമണമാണോ ഇതെന്നുള്ള സംശയം കൂടി ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ്, അതായത് പുലർച്ചെയാണ്, അതായത് 1 മണിയോട് കൂടിയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് ടിൻഡുവും മക്കളും ഒപ്പം മാതാപിതാക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആ പ്രതികളുടെ ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2 പേരെത്തുന്നു, റെയിൻകോട്ട് ധരിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ റെയിൻകോട്ട് ധരിച്ചിട്ടുണ്ട്, ഹെൽമറ്റ് ധരിച്ചെത്തിയ 2 പേരാണ്. ഇവർ വീടിന്റെ പിറകുവശത്തോടു കൂടി എത്തി അടുക്കളയുടെ ഭാഗത്തെത്തി വാതിലിന് നേർക്ക് ആണ് ഒരു ആക്രമണം ആദ്യം നടത്തി. മാത്രമല്ല ജനാലയുടെ ഉള്ളിലേക്ക് എറിയുവാനുള്ള ഒരു ശ്രമം കൂടി നടത്തിയിരുന്നു. ഭയപ്പെടുത്തുവാനുള്ള ഒരു ആക്രമണമാണ് ഇതിന്റെ പിന്നിൽ നടന്നതെന്നാണ് ടിൻഡു അടക്കം, അതായത് BJP സ്ഥാനാർത്ഥിയായ ടിൻഡു അടക്കം നേരത്തെ ബന്ധപ്പെട്ടപ്പോൾ സംസാരിച്ചത്. കൃത്യമായി ഇതിന് പിന്നിലെ അക്രമികളെ കണ്ടെത്തണം, ഇതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. കാര്യം കൃത്യമായിട്ട് പോരാട്ടം നടക്കുന്നുണ്ട്. മാത്രമല്ല ചിറയൻകീഴ് മണ്ഡലം അടക്കം ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ജനകീയ പ്രവർത്തനങ്ങളിലടക്കം BJPയുടെ മുഖം തെളിഞ്ഞ ഒരു സാഹചര്യം കൂടിയാണുള്ളത്. തിരുവനന്തപുരം മണ്ഡലത്തിലടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ BJP ഇതിനോടകം ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ ഒരു വനിതാ വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ഏറെ പ്രതീക്ഷയുണ്ട്. അത് മാത്രമല്ല ജനങ്ങളേറെ പ്രതീക്ഷയോട് കാണുന്നതും വലിയ ഭൂരിപക്ഷത്തോടു കൂടി BJP ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഭയപ്പെട്ടിട്ടില്ല ടിൻഡു, കൃത്യമായി പോരാടും. മാത്രമല്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ടിൻഡു അറിയിച്ചിരിക്കുന്നത്. യെസ് വീണ, എന്തായാലും ഇത് ആരാണ് ചെയ്തത് അതിൻ്റെ ഉത്തരം നൽകേണ്ടത് പോലീസല്ലേ. പോലീസ് പറയട്ടെ എന്ന് കാത്തിരിക്കാനും ആവില്ല. എന്തായാലും ടിൻഡു വളരെ ആവേശത്തോടു കൂടി പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി വീണ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്.